ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ കഷ്ടകാൽ സമയമേ കോണകബാൽബി പാമ്പ് ഹോത്താഹി എന്ന് പറയുന്ന പഴഞ്ചൊല്ല് കെ ഫാമിലിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ സാരിക്ക് രുക്മിണി എന്ന് പറഞ്ഞ പേരിടൽ ചടങ്ങ് നടത്തിയിട്ട് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് സാരി വിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അഹാനകൃഷ്ണൻ നൈസായിട്ടൊന്ന് ഏറെ പോയിട്ടുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ ഓബയോസിയിൽ നിന്നും പ്രോഡക്റ്റ് വാങ്ങിയേക്കുന്ന അന്ന് യുവദമ്പതികളായിരുന്നു. അപ്പോൾ ആ ദമ്പതികൾ അവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ് കാര്യങ്ങളൊക്കെ ഹേ ദേർ പൂജ ഹിയർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിലൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എടീ ഇവറ്റകളെ ഭൂമിയിലൊന്ന് ഓണം ആഘോഷിക്കാനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ മാവേലി പാതാളത്തിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങി വരുന്ന സമയത്തേക്ക് നോക്കുമ്പോൾ കെ ഫാമിലി മാത്രം ഭൂമിയിലില്ല. അപ്പൊ ആൾക്കാർ ചോദിക്കുമ്പോൾ എന്തുവാ മാവേലി അതുകൊണ്ട് അവർ മേളില, അവർ 24 മണിക്കൂർ ഇപ്പൊ ബഹിരാകാശ സഞ്ചാരികളായിട്ട് പൊക്കോണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ മാവേലിക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരത്തില്ലേ, മാവേലിയോട് മറുപടി പറയേണ്ടതായിട്ട് വരത്തില്ലേ എന്താണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഇവര് അവിടുന്ന് ഒബയോസിന്ന് പ്രൊഡക്റ്റ് വാങ്ങാനെ കൊണ്ട് പോയേക്കുന്ന സമയത്തെ കാര്യമാണ്. ഞാൻ എന്റെ കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എന്റെ ഫിയാൻസിയും കൂടെ ഒരു ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പൊ ഇവരുടെ പേജിൽ ഫോട്ടോസും ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നല്ല സാധനം കിട്ടും എന്നുള്ളൊരു. അവിടെ ചെന്നപ്പം മറ്റേ കേസിലൊക്കെ ഉണ്ടായിരുന്ന കണ്ണാടി സ്റ്റാഫ് അവരാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ അവർക്ക് എടുത്ത് കാണിക്കാൻ താല്പര്യമില്ല. എന്റെ കൂട്ടത്തിൽ എടുത്ത് കാണിച്ചത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇവർ പറയുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെയായിരിക്കും പറയുന്നത്. അതുപോലെ നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വാങ്ങിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനം വരുന്നുണ്ടായിരുന്നത്. എന്റെ കളറും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡിന് 2 ജൂനിയേഴ്സ് ഇടുന്ന പോലൊരു ലിപ്പൊന്നും തന്നെ സാധനമല്ല. അപ്പൊ ആദ്യം ഒരു പീസ് വന്നപ്പോ നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും കുറച്ച് ചിലപ്പോ റേറ്റ് കുറഞ്ഞ ഈ ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും, വേറെ നല്ലത് കാണുന്നു വിചാരിച്ചു. അങ്ങനെ വേറെ ചോദിച്ചപ്പോ എടുത്തു തരാൻ വയ്യ, അത് മെയിൻ കാര്യം, എങ്ങനെയെങ്കിലും എടുത്തു തന്നു. അത് നോക്കിയപ്പോ അതും ഇതേപോലെ തന്നെ കുറേ ബോക്സിൽ കുറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മള് കണ്ടത് മൊത്തവും ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. കണ്ടാല് ഒരു ലോക്കൽ ഇത് തോന്നും. അന്ന് അങ്ങനെയായിരുന്നു. നമുക്ക് കൂടുതൽ ടൈം കൊണ്ട് നിൽക്കാൻ പോലും തോന്നില്ല. നമ്മള് പെട്ടെന്ന് ഇറങ്ങി. ഇല്ല നമ്മള് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. 2 കാര്യം കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് എടുക്കാതിരുന്നത്. മെയിനായിട്ട് സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ക്വാളിറ്റി നമുക്കൊരു വെഡിങ്ങിന് പർച്ചേസ് ചെയ്യാനാ പോയത്. അതിന് ഇടാൻ പറ്റുന്ന നമ്മൾ ഇവരുടെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എടുത്ത് തരാൻ ഇൻട്രസ്റ്റും ഇല്ല, സ്റ്റാഫൊന്നും ഒട്ടും ഒരു താല്പര്യം ഇല്ലാതെയാണ് എങ്ങനെയാണെങ്കിലും കേട്ട് നോക്കിപ്പോ എന്നുള്ളൊരു ഇതിലാണ് നിന്നത്. അങ്ങനെയാണെങ്കിലും സാധനം നല്ലതായിരുന്നു, കേൾക്കുമായിരുന്നു. പിന്നെ നമ്മള് ഒരുപാട് നേരം അവിടെ നിന്നില്ല. ഇവർ ഈ ഫോട്ടോയൊക്കെ കണ്ടേക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് ഒക്കെ നോക്കിയിട്ട് അവർ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളതായിരുന്നു. പക്ഷെ അതിനകത്ത് കണ്ടുപോലെ അത്രയുള്ള ഒരു ക്വാളിറ്റി അവർക്ക് ആ ഒരു ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രൊഡക്റ്റിനകത്ത് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതിനകത്തെല്ലാം ഓവർ പ്രൈസ്ഡ്, ആ പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റി ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഇവരുടെ ഹസ്ബൻഡ് കൂടെ പറയുന്ന കാര്യമുണ്ട്, നമുക്ക് അതോടെ കേൾക്കാം. നമ്മൾ കണ്ടിടത്തോളം എന്താണ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് വന്ന വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി പാവയിൽ വരച്ചു വെച്ചേക്കുന്നതാണ് കുറച്ച് കളക്ഷനാണ് നമുക്ക് ഫുള്ള് എടുത്ത് കാണിച്ചത്. ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു. അതായത് ഇതാണോ ഇനി അവര് കൊറിയർ ചെയ്യുന്നത്, അത് ഇനി പ്രീമിയം സാധനങ്ങൾ വേറെ മാറ്റി, അതായത് ഇപ്പൊ വന്ന് കയറാൻ നേരത്തെ അവരുടെ ലുക്കോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കണേന്നൊന്നും അറിഞ്ഞൂടാ. തിരിച്ചിറങ്ങി പോകാൻ നേരത്താണെങ്കിലും ഒരു മൈൻഡും ഇല്ല, ഫോണെ പോയിട്ട് വരണേ വരട്ടെ. എനിക്ക് അന്ന് അതൊക്കെ പീക്ക് ടൈമായിരുന്നു തോന്നുന്നു, മറ്റേ പറ്റിക്കുന്നതിന്റെ സാധനം കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി ഇല്ല. അത് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ നല്ലൊരു ലുക്കുള്ള സാധനം ആയിരിക്കും എന്ന്. പക്ഷേ എടുത്തു തരുന്ന സാധനം നമ്മളിങ്ങനെ മീഷോയില് നല്ല സാധനം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ആ ക്വാളിറ്റി കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, നമുക്കത് വാങ്ങിക്കാനും തോന്നത്തില്ല. ഇത് മറ്റേ അവരുടെ ആ ഒരു തട്ടിപ്പൊക്കെ നടത്തിയില്ല ഇവിടുത്തെ സ്റ്റാഫുകൾ, അതൊക്കെ നടത്തുന്നതിന് കുറച്ച് നാൾ മുന്നേ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ആ ഒരു സമയത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ഈ സ്റ്റാഫുകളിൽ നിന്നും വലിയ നല്ല എക്സ്പീരിയൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നല്ല എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കമന്റ് ബോക്സിൽ പറയാം. ആ സമയത്ത് എന്താണെങ്കിലും അന്നത്തെ ഉടായിപ്ലിക്കേഷൻ കാണിക്കുന്ന സ്റ്റാഫുകൾ ആയതുകൊണ്ട് 10-60 ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയേക്കുന്ന ടീംസ് ആയതുകൊണ്ട് അവരിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാര്യം അതിനകത്ത് ഇപ്പൊ ദിയാകൃഷ്ണയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവർ ദിയാകൃഷ്ണനെ പറ്റിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവര്
കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം അവരുടെ ആപ്ലിക്കേഷൻ അടിച്ചുമാറ്റൽ പരിപാടി കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഓവർ പ്രൈസിങ്ങിന്റെ കാര്യം പറയുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ അഹാനയുടെ ഒരു സാരിയുടെ വിഷയത്തിൽ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഇത് അവരുടെ ചോയ്സാണ്. ഇപ്പൊ എത്ര രൂപയ്ക്ക് ഇപ്പോൾ ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇവിടെ ഒരു ബാക്കി നമ്മുടെ പലചരക്ക് സാധനങ്ങൾക്കൊക്കെ ഒരു MRP അങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല. അതില്ലാതെ ഇവർ പോയിട്ട് നേരെ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പ്രൈസിന് അവർക്ക് ഇടാം. ഓക്കെ, അങ്ങനെ MRPയുടെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് അവർക്ക് അതിനകത്ത് ഇടാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് പോയി വാങ്ങണോ വേണ്ടോ എന്നുള്ളത് കസ്റ്റമേഴ്സിന്റെ ചോയ്സ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ പോയിട്ട് അവിടെ ആ ഒരു പ്രോഡക്റ്റ് കാണുന്നുണ്ട്, സെയിം പ്രോഡക്റ്റ് തന്നെ വില കുറവിൽ ഇപ്പുറത്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് പോയിട്ട് വാങ്ങാനുള്ള ചോയ്സ് ഉണ്ട്. അവിടെ നിന്നും വാങ്ങാം, വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം, വില കൂടുതൽ കൊടുത്ത് വാങ്ങാം, വേണമെങ്കിൽ വില കുറച്ചും വാങ്ങാം. ഇനി ഒരു ലേഡി തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. ചെയ്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇത്രയും ദൂരെ പോയി അവിടെ പോയി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയിട്ടും ഒന്നും തന്നെ എടുക്കാതെ തിരിച്ചിറങ്ങി വരേണ്ടി വന്നത്. അവിടുത്തെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ്. ലോ ക്വാളിറ്റി സാധനമാണ് അവിടെ കാണിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും ഒക്കെ ഒബയോസിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഹൈ എൻഡ് സാധനമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ പേജിൽ നിന്ന് എനിക്കും ഇങ്ങനെ ഈ ആദ്യകാലങ്ങളിലൊക്കെ ഇത് കാണുന്ന സമയത്ത് പല പ്രോഡക്റ്റും കാണുമ്പോൾ പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു, ഇതാണോ പ്രീമിയം ക്വാളിറ്റി? കാരണം പലതും മറ്റേ ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്ന അങ്ങനത്തെ കളറിലുള്ള സംഭവം ഉണ്ടല്ലോ, അതിനെയൊക്കെയാണ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ പേജിൽ കാണുന്ന പല സാധനങ്ങളും ഞാൻ വേറെ പേജുകളിൽ കാണാറുണ്ട്, ഫ്ലിപ്കാർട്ടില് പിന്നെ മീഷോയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഈ മീഷോയുടെ ക്വാളിറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം കിട്ടിയാ കിട്ടി, ഇല്ലേ പോയി എന്നുള്ള രീതിയിലാണല്ലോ മിക്കവാറും ഒക്കെ വരാറുള്ളത്. സോ അതിന് നമുക്ക് ഒരു അഷ്വറൻസ് എന്തായാലും പറയാൻ പറ്റില്ല. ഇവരിപ്പോ ഈ ഒബയോസിൽ ഇപ്പൊ സെല് ചെയ്യുന്ന കുറെ സാധനങ്ങൾക്ക്, അത് റീസെന്റ് ഞാൻ കണ്ട കുറെ സാധനങ്ങൾ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒരു പ്രൈസ്, ഒരു ഇളക്കത്താലി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണല്ലോ ഈ ഇളക്കത്താലി എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ ഇളക്കത്താലി ചോക്കർ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1099 rupees ആണ് ഇതിന്റെ റേറ്റ്. ഇതേപോലെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണോ അല്ലാത്തതെന്നുള്ളത്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിന്ന്. വേറെ 316 രൂപ എനിക്ക് അതിനായുള്ളൂ. ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിന്റെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇളക്കത്താലി ഇത്രയും റേറ്റ് കുറവിനോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോക്കകത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഡേ ലൈറ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട്, പിന്നെ എന്റെ ഗോൾഡ് ചെയിന്റെ കൂടെ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു പുതിയൊരു ഗോൾഡ് എന്തെങ്കിലും ഓർണമെന്റ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളറിലാണ് ആ സാധനം വരുന്നത്. അത് കണ്ട ഗോൾഡ് പ്ലേറ്റഡ് എന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കണ്ടതിന് ശേഷം ഞാൻ അതൊന്നിട്ട് ചുരണ്ടി നോക്കി. അപ്പൊ സത്യം പറഞ്ഞാൽ അത് ഇളകിയൊന്നും വരുന്നില്ല. ഇങ്ങനെ എന്തോ ഒരു കട്ടിയുള്ള സാധനം അതിന്റെ പുറത്തുള്ള പോലെ എനിക്ക് തോന്നി, ഒരു ലെയർ. പിന്നെ അതിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് ആണെന്ന് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. നല്ല ക്വാളിറ്റി സാധനമാണ്. വെറും 316 രൂപ. ഇവരുടേത് 1099. ഓവർ പ്രൈസ്ഡ് ആണ് ഒബയോസിയുടേതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനി എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഇതെല്ലാം അവരുടെ ബിസിനസ് ആണ്. സോ അവർക്ക് പ്രോഫിറ്റ് എത്രത്തോളം വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. നമ്മുടെ പൈസ എവിടെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. സോ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒന്ന് ചിന്തിച്ച് സ്പെൻഡ് ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു. ഇതിനകത്ത് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ തന്നെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനും ഓൺലൈൻ ജ്വൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്ത് നിന്നുമാണ് പ്രോഡക്റ്റ് എടുക്കുന്നത്, പക്ഷേ അതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി ആണ് എന്ന് ഇവർ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുറേ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. 200-ന്റെ പ്രോഡക്റ്റ് 600-ന് സെയിൽ ചെയ്യുമ്പോഴും അവർക്ക് വാങ്ങാൻ ആളുണ്ട്. ഇഷിക ജുവൽസ് അകൃതി ഒക്കെ ചെക്ക് ചെയ്താൽ മതിയാവുന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമന്റ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ അഹാന കൃഷ്ണയുടെ കേസിലാണെങ്കിൽ അവരുടെ ഒരു സാരി വിൽക്കുന്ന സമയത്ത് പലരും പറഞ്ഞാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇത്രയും പ്രൈസ് എന്നുള്ളത്. പക്ഷെ അവിടെ അവർ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇത് മറ്റേ ഓപ്പോസിറ്റ് ഉള്ള അവരാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്, നമ്മുടെ സെയിം സാരി തന്നെയാണ് അവർ വില കൂട്ടി വെക്കുന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നു. അതായത് കമന്റിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഇപ്പം അവരാണെങ്കിൽ പോലും കുറഞ്ഞ 1000 രൂപയുടെ ലാഭം കിട്ടാതെ വിൽക്കൂലല്ലോ. ഇപ്പം ഒരു 1000 രൂപയ്ക്ക് അവർ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഒരു സാരിക്ക് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ അവർ 2000 3000 ചേർത്തിട്ടായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു ലാഭമുണ്ട്. ഇപ്പുറത്ത് ഇപ്പോൾ അവർ 1000 രൂപ ഒരു ലാഭമാണ് മിനിമം എടുക്കുക എന്നുള്ളത് വിചാരിക്കുക. ഈ 1000-ന്റെ കൂടെ ഇപ്പുറത്ത് ഇൻറ്റു 2 3 4 ഒക്കെ ചേർത്തടിക്കും തൊട്ടിപ്പുറത്ത് ആഹാന ഇവരൊക്കെ വിൽക്കുന്നത്. അത് അവരുടെ ചോയ്സാണ്. അപ്പോഴും അത് വാങ്ങാനെ കൊണ്ട് ആളുണ്ട് എന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം. പിന്നെ ഇവിടെ വരുമ്പോൾ ഈ ജുവൽസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് മേ ബി ക്വാളിറ്റിയുടെ വ്യത്യാസം ഉണ്ടാകും, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലൊരു കസ്റ്റമർ എന്ന നിലയിലേക്ക് നമ്മൾ അവിടോട്ട് ഒരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്തേക്ക് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കണ്ടിഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ ഇത്രയും ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ പറയാനുള്ള റൈറ്റ് നമുക്കുണ്ട്.
അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന സ്റ്റാഫുകൾ നമ്മുടെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിയത് എന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള റൈറ്റും ഉണ്ട്. അതിനകത്ത് സ്റ്റാഫുകളും ഈ പറയുന്ന മുതലാളിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യം ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നമുക്കില്ല. അപ്പോൾ അവിടുത്തെ പെരുമാറ്റം മോശമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം പറയും. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം പുറത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളായതുകൊണ്ടും ആ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ആ സ്റ്റാഫുകൾ അങ്ങനെ പെരുമാറിയതിൽ ദിയാകൃഷ്ണനെ കുറ്റം പറയാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതിനകത്ത് ദിയാകൃഷ്ണൻ ഇത് ചെയ്യാനില്ല. അവിടുത്തെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കൊള്ളാമോ ഇല്ലയോ, ക്വാളിറ്റിന്റെ കാര്യത്തെ പറ്റിയിട്ട് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഇവർക്കും ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാനുള്ള എല്ലാവിധ റൈറ്റും അഹാന കൃഷ്ണയ്ക്കും ഉണ്ട്. ഈ വിഷയങ്ങളെ പറ്റിയിട്ട് അഭിപ്രായം പറയാനുള്ള റൈറ്റ് നമുക്കും ഉണ്ട്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ ആണെങ്കിൽ ഈ റീസെന്റ് കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്ന ഒരു പോഡ്കാസ്റ്റിന് ഒരു ഭാഗം നമുക്ക് അതുകൊണ്ട് കാണാം. അല്ല, എന്നാലും ഓബയോസി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് പൈസ വെട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തേക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അവർക്കൊക്കെ ലക്ഷങ്ങൾ ഞാൻ 65 ലക്ഷം രൂപ പോയിട്ട് അറിഞ്ഞില്ലല്ലോ. ഞാനൊക്കെ അങ്ങനെ ആവുന്ന 65 ലക്ഷം പോയാൽ സന്തോഷിക്കും. ശരിക്കും അതൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ? 65 ലക്ഷം രൂപ പോയത് ഒരു മനുഷ്യൻ അറിയുന്നേ ഇല്ല. അപ്പൊ അയാൾ അത്രയും റിച്ച് അല്ലേ? 65 ലക്ഷം രൂപ മറ്റൊരു പോയൊരു പോയിന്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ പോയി അറിയോ? 65 ലക്ഷം രൂപ പോയാൽ അറിയോ? അതിനറിയില്ലടി. അപ്പൊ നമ്മളൊക്കെ അറിയും. അപ്പുറത്തെ ഒരു മനുഷ്യൻ അറിയുന്നില്ല. അപ്പൊ അയാൾ അത്രമേൽ പൈസ ഉണ്ടാക്കിയിട്ട് അത് കളഞ്ഞേക്കണം. നമുക്ക് അന്ന് പറഞ്ഞ വിഷയം വന്നപ്പോൾ തോന്നിയ സംഭവമായിരുന്നു. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തൊന്ന് സംസാരിച്ചെങ്കിൽ പോലും നമുക്ക് തോന്നിയ ഡൗട്ടാണ്, കാര്യം ഇത്രയും രൂപയൊക്കെ പോയിട്ട് ഇവർ അറിയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് അതെന്താണ്. പിന്നെ ഇവരുടെ പ്രൊഫൈലിൽ തന്നെ ഒരു 5 ലക്ഷം ഹാപ്പി കസ്റ്റമേഴ്സ് എന്നൊക്കെ എന്തോ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസും അത്രയും കസ്റ്റമേഴ്സ് ഇവർ പറഞ്ഞേക്കുന്ന തള്ളല്ല ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏണിങ്സ് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും അതിനകത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള സാധനം തന്നെയാണ്. പിന്നെ ഇവരായതുകൊണ്ട് ഇപ്പൊ ഇവർക്കെല്ലാം ഇച്ചിരി കൂട്ടി പറയുന്ന കൂട്ടത്തിലാണല്ലോ. ദാരിദ്ര്യം പറയുന്നത് പൈസ കൂട്ടി പറയുന്നത് ഈ വേദനിക്കുന്ന കോടീശ്വരാണ്. അവരെ സിന്ധുകൃഷ്ണന്റെ സാരിയുടെ കേസ് പറഞ്ഞതിനകത്ത് പണ്ട് ഞാൻ വാങ്ങിച്ച സാരിക്ക് 30,000 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇന്നതിന് ഇത്തിരി വ്യത്യാസങ്ങൾ വന്നതിന് 75,000 രൂപയായി. നമ്മുടെ സംഘടനകൾ വേറെ ആരെങ്കിലും അറിയുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂട്ടി പറയുന്നൊരു കൂട്ടർ അത്രയാണല്ലോ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവർക്കൊരു 10-40 ലക്ഷമോ ഇപ്പോൾ ഒരു 30 ലക്ഷം വല്ലോ ആണ് ഇപ്പോൾ ഇവരുടെ മറ്റൊരു അടിച്ചു മാറ്റിയെന്നുള്ളത് വിചാരിക്കാം. അപ്പോൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്കിന് വാർത്തയ്ക്കകത്ത് 30 ലക്ഷമോ അത് നമുക്ക് കുറച്ചിലാണെങ്കിൽ ഒരു 10-30 ലക്ഷം കൂടെ നമുക്ക് കയറി വരാം, 65 ലക്ഷം കൂടെ നമുക്ക് നഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞൊന്നും നമുക്ക് ഇവരായതുകൊണ്ട് നമുക്ക് അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം എല്ലാത്തിലും ഒരു പൊക്കി പറയുന്നൊരു കാര്യമുണ്ടല്ലോ. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സ്വന്തമായിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമുള്ള വിലയ്ക്ക് വെക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. വേണേ വാങ്ങിച്ചാൽ മതി. ഇവിടെ ദിയാകൃഷ്ണനാണെങ്കിൽ അഹാനയാണെങ്കിൽ അറിയാം കുത്തിരി പിടിച്ച് വാങ്ങടാ എന്ന് പറയുന്നില്ല. അവരുടെ താല്പര്യമാണ്, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. തൊട്ടിപ്പുറത്ത് വേറെ ആ സെയിം പ്രോഡക്റ്റ് മറ്റ് പ്രൈസുകളിലൊക്കെ ഇവിടെ വില കുറഞ്ഞ പ്രൈസുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ഫോട്ടോസിൽ എടുത്ത് നോക്കിയാൽ മതിയല്ലോ ഈ ഫോട്ടോസ് ഒക്കെ ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ കിട്ടും എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. എന്താണെങ്കിലും ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.